ചൂട് അതിശക്തമാണ്. അതിനേക്കാൾ ശക്തമായ ചൂടാണ് ഇലക്ഷൻ രംഗത്ത് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഇന്ന് ഗ്രാമ്യ ഓർബിറ്റ് ചാനൽ എത്തി നിൽക്കുന്നത് തൃപ്രയാറിലാണ്. ജനമനസ്സുകളിൽ എന്താണ് ഈ വരുന്ന ഇലക്ഷനെക്കുറിച്ച് പറയാനുള്ളതെന്ന് നമുക്ക് അവരോട് ചോദിക്കാം. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ആര് ജയിക്കുന്നതാണ്? സുനിൽകുമാറാണ് ജയിക്കാൻ കൂടുതൽ സാധ്യത. റിയലി നമ്മുടെ യങ്ങായിട്ടുള്ള എല്ലാവരും സുനിൽകുമാറിനാണ് കുത്താൻ ചാൻസ്. PS സുനിൽകുമാർ ജയിക്കുള്ളൂ ഏട്ടാ, പിന്നെന്താ സംശയം? പിന്നെ 100% ഉറപ്പാണ് PS സുനിൽകുമാർ ജയിക്കുള്ളൂ എന്നുള്ളത്. അയാൾ ജനകീയ നേതാവല്ലേ, പിന്നെന്താ പ്രശ്നം? ഒക്കെ സമമായിട്ട് കിട്ടും, വലിയ മെജാരിറ്റി ഉണ്ടാവില്ല ആർക്കും. സമമായിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, എൻ്റെ ഒരു ഇത് നിഗമനത്തിലെ സുനിൽകുമാറായിരിക്കും. അങ്ങനെയാണ് എല്ലാവരും പൊതുവെ മൊത്തത്തിൽ കേൾക്കണേ. കോൺഗ്രസ് ആയിരിക്കും. ഇലക്ഷനിൽ ആര് ജയിക്കും? തൃശ്ശൂർ മണ്ഡലത്തിൽ ആര് ജയിക്കും? ശക്തമായ 3 സ്ഥാനാർത്ഥികളാണ്. സുരേഷ് ഗോപി ജയിക്കുന്ന ആഗ്രഹം. ലോക്സഭാ മണ്ഡലത്തിൽ ആര് ജയിക്കുന്നതാണ്? 3 ശക്തരായ സ്ഥാനാർത്ഥികളാണ് നിൽക്കുന്നത്. സുനിൽകുമാർ ജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഒരിക്കലും പാർട്ടി നോക്കരുത്, ജാതി നോക്കരുത്, വേറെ നോക്കരുത്. നമുക്ക് കൂടുതൽ ഉപകാരപ്പെടുന്ന തൃശ്ശൂർക്ക് ഏറ്റവും ഉപകാരം ഉണ്ടാക്കാൻ ആരാണ് യോഗ്യർ അവർ ജയിക്കുക. അവർ ഇൻഡിവിജ്വലായിട്ട് ഓരോരോ അഭിപ്രായമാണ്. തൃശ്ശൂർ ലോക്സഭാ ഇലക്ഷൻ്റെ മത്സരത്തിൽ ഇലക്ഷൻ കഴിയുമ്പോൾ ആരായിരിക്കും ജയിക്കുക? സുരേഷ് ഗോപി. ഈ ഇലക്ഷൻ കഴിയുമ്പോൾ ആരായിരിക്കും അധികാരത്തിൽ വരിക? ആര് വരണമെന്ന് ആഗ്രഹിക്കുന്നു? LDF ജയിക്കുന്നത് സുരേഷ് ഗോപി ജയിക്കുന്നതാണ് പറയുന്നത് എല്ലാവരും. മുൻതൂക്കം മറ്റ് 2 സ്ഥാനാർത്ഥികൾ ശക്തന്മാരാണ്. അടിപൊളി ത്രികോണ മത്സരമല്ലേ വരുന്നത്. അടിപൊളി മത്സരങ്ങളാണ്. സുനിൽകുമാറായാലും നല്ല സ്ഥാനാർത്ഥി, മുരളീധരനായാലും നല്ല സ്ഥാനാർത്ഥി. 3 പേർക്ക് നല്ല ചാൻസാണ്. ആരായിരിക്കും? ഞാൻ സുനിൽകുമാർ LDFൻ്റെ ആളാണ്. LDF ജയിക്കണം, നല്ല പുരോഗമനം ഉണ്ടാവണം, അത്രമാത്രം. എന്തായാലും കടുത്ത മത്സരമായിരിക്കും. എല്ലാ ആൾക്കാരും ഉറ്റുനോക്കുന്ന ഒരു ഇതായിരിക്കും തൃശ്ശൂർ മണ്ഡലം, തൃശ്ശൂരത്തേത്. അത് ഉറപ്പാണ്. ആരധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നു? നമുക്ക് അങ്ങനെ വ്യക്തിപരമായിട്ട് അങ്ങനെ ഇതില്ല. നല്ല ആൾക്കാർ വരണം, ജനങ്ങൾക്ക് ഗുണമുള്ള ആൾക്കാർ വരണം, അത്രേ ഉള്ളൂ. അതിൽ രാഷ്ട്രീയം നോക്കരുത്, മറ്റുള്ളവർ നോക്കരുത്.